അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് വരുമ്പോൾ പലതരത്തിലുള്ള മാരകമായ ബുദ്ധിമുട്ടുകളും ആ വീട്ടിലേക്ക് വന്ന് ഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ട് യൂട്രസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹം, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ എന്നിവയ്ക്ക് ഇത് കാരണമാകും. അതുപോലെ തന്നെ ബെഡ്റൂമിലോ ലിവിംഗ് റൂമിലോ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ പിരമിഡ് വെക്കാം, ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ഗ്ലോബ് വെക്കാം. ഇതൊക്കെ നല്ലൊരു പരിഹാരമായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. നമസ്തേ. നമുക്ക് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ടോയ്ലറ്റ്, അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് വരുമ്പോൾ പലതരത്തിലുള്ള മാരകമായ ബുദ്ധിമുട്ടുകളും ആ വീട്ടിലേക്ക് വന്ന് ഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നമുക്കത് വരാം, അതിനെന്താ പരിഹാരം എന്നുള്ളത് നോക്കാം. ഇനി ഇതൊരു വീടാണ്, ഒരു വീടിൻ്റെ റഫായിട്ടുള്ളൊരു പ്ലാൻ ഞാൻ ഇവിടെ തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ സൗത്ത് ഈസ്റ്റ് കിച്ചൺ, സൗത്തിൽ സ്റ്റെയറും ഡൈനിങ് ഹാളും, ഇവിടെ സൗത്ത് വെസ്റ്റിൽ ഒരു ബെഡ്റൂം. അപ്പോൾ നമുക്ക് എപ്പോഴും സൗത്ത് വെസ്റ്റിൽ ബെഡ്റൂം വെക്കുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ സൗത്തിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ വെസ്റ്റിൽ കൊടുക്കാൻ പറ്റും. എന്താണ് ടോയ്ലറ്റ്. അപ്പോൾ ഇത് നമ്മൾ സൗത്തിൽ കൊടുത്താലും വെസ്റ്റിൽ കൊടുത്താലും നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ കോമ്പസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് ഒരു ദിക്കെന്ന് പറയുന്നത് 45 ഡിഗ്രിയാണുള്ളത്, 45 ആണ്. അപ്പം നമുക്ക് 45 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ 8 ദിക്കുകളാണുള്ളത്. അപ്പോൾ ഒരു ദിക്കെന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീടിനെ കറക്റ്റ് 8ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ദിക്കും ബ്രഹ്മസ്ഥാനമായിട്ട് നമുക്ക് കിട്ടുമല്ലോ. ഈ 45 ഡിഗ്രിക്കകത്ത് ഒരു കാരണവശാലും ഇതിൻ്റെ ടോയ്ലറ്റ് കയറുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. വീടിനെ കറക്റ്റ് 9ആയിട്ട് തിരിച്ചു. 9ആയിട്ട് തിരിക്കുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളൊരു 45 ഡിഗ്രി, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഈ 45 ഡിഗ്രിക്കകത്ത് ഇതിൽ ഈ ഭാഗത്ത് ടോയ്ലറ്റ് വന്നാലും, അല്ലെങ്കിൽ ഈ 45 ഡിഗ്രി ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇതിനകത്ത് ടോയ്ലറ്റ് വന്നാലും അത് എവിടെ വരും? തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരും. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ട് യൂട്രസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹം, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ എന്നിവയ്ക്ക് ഇത് കാരണമാകും. അപ്പോൾ നമുക്കൊരു പ്ലാൻ കിട്ടിയാൽ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ കന്നിമൂല ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല, അവിടെ ഒരു ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിൻ്റെ കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ കറക്റ്റ് 8ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫെങ്ഷി കൺസൾട്ടൻ്റായിരിക്കും അത് കൃത്യമായിട്ടും ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നമ്മുടെ വാസ്തുവിൽ അത്രയും ഡീപ്പായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ഇപ്പോൾ ഫെങ്ഷുയിൽ ഓരോ ദിക്കിനെ, ഓരോ വീടുകളുടെ ഫേസിങ് ഡിഗ്രി അനുസരിച്ചിട്ട് അതിനെ കറക്റ്റ് 45 വീതം ഡിവൈഡ് ചെയ്യുമ്പോൾ ആ 45ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന തെക്ക് പടിഞ്ഞാറിൻ്റെ 45 ഡിഗ്രിക്കകത്ത് ഈ ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ഈ കോണിൽ ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവോ അതെല്ലാ ബുദ്ധിമുട്ടുകളും ഈ ടോയ്ലറ്റ് മൂലവും ഉണ്ടാകും. അപ്പോൾ ഒരു കാരണവശാലും അവിടെ വരാൻ പാടില്ല. ഇനി ചില വീടുകളിൽ നമുക്ക് കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പുറത്തേക്ക് ഇറക്കി ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് സംഭവിക്കുന്നത്? ഈ 45 ഡിഗ്രിക്ക് അകത്ത് തന്നെയാണ് അതും വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും അതും പാടില്ലാത്തതാണ്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് വീടിനകത്ത് ടോയ്ലറ്റ് ഒന്നുമില്ല, വീടിൻ്റെ പുറത്ത് ഈ ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് കരുതുക. ഇതും കന്നിയിലെ ടോയ്ലറ്റായി പരിഗണിക്കും. വീട്ടിനകത്തല്ല എന്നേ ഉള്ളൂ, വീടിൻ്റെ പുറത്താണ്. അപ്പോൾ ഇതും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലസ്റ്റർ, നാച്ചുറലായിട്ടൊരു ക്ലസ്റ്റർ വാങ്ങിച്ച് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള 2 ക്രിസ്റ്റൽ ബോളുകൾ നമ്മൾക്ക് ഹാങ് ചെയ്താവുന്നതാണ്. ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ചെയ്യാം, അല്ലെങ്കിൽ ലിവിംഗ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ചെയ്യാം. അതുപോലെ തന്നെ ബെഡ്റൂമിലോ ലിവിംഗ് റൂമിലോ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ പിരമിഡ് വയ്ക്കാം, ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ഗ്ലോബ് വയ്ക്കാം. ഇതൊക്കെ നല്ലൊരു പരിഹാരമായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.